CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം പാലക്കാട് എലപ്പുള്ളി പാടിക്കോ അരിമില്ല് പൂട്ടി. ജില്ലയിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നെല്ല് സംഭരിച്ച് അരിയാക്കുന്ന ഏക സ്ഥാപനമാണ് അടച്ചത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം നിഷേധിച്ച് ഭരണസമിതി രംഗത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും. അരുൺ, എന്തായാലും ഈ അരിമില്ല് പൂട്ടിയിട്ടുണ്ട്. എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് അരിമില്ല് പൂട്ടിയത്? സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്നിവർ പറയുന്നുമുണ്ട്. എന്താണ്? രാഖി, പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ ഈ നെല്ല് സംഭരണത്തിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് എന്ന പേരിലാണ് 2002 എലപ്പുള്ളി തേനാരിയിൽ പാഡിക്കോ മില്ലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് 1.40 കോടി രൂപ വിവിധ വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ ഓഹരി മൂലധനമായിട്ട് 2 കോടി രൂപയും ചേർത്തിയാണ് സഹകരണ മേഖലയുടെ നിയന്ത്രണത്തിൽ ഈ ഒരു മില്ല് പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ഭരണസമിതിയുടെ അഴിമതി മൂലം ഇപ്പോൾ മില്ലിൻ്റെ പ്രവർത്തനം പാടെ താളം തെറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. മാത്രമല്ല, കഴിഞ്ഞ 8 മാസമായി ഈ മില്ല് പൂട്ടിക്കിടക്കുകയാണ്. നമ്മൾ നേരത്തെ ജനം TV തന്നെ ഈ മില്ലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ നിന്നും നെല്ല് സംഭരിക്കുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മൾ അവിടെ ആ മില്ലിലേക്ക് പോയപ്പോൾ വലിയ രീതിയിൽ തൊഴിലാളികളും മറ്റുമൊക്കെ അവിടെ ജോലി ചെയ്യുന്നതും ഒരുപാട് ആളുകൾ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നെല്ലിനെ അരിയാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മില്ല് പൂട്ടി എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് അവിടേക്ക് എത്തിയ സമയത്ത് ആ മില്ല് പൂർണ്ണമായിട്ടും കാട് പിടിച്ച് കിടക്കുന്നു. തൊഴിലാളികളോ പ്രവർത്തനമോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ മില്ലിലുള്ളത്. സംഘത്തിന് 4,90,00,000 രൂപ ഗ്രാൻഡായും അതുപോലെ തന്നെ 2 കോടി രൂപ വായ്പയായും സർക്കാർ നൽകിയിരുന്നു. ഇതുകൂടാതെ കേരള ബാങ്കിൽ നിന്ന് 6 കോടി രൂപ 35 ലക്ഷത്തിലേറെ രൂപ വായ്പ എടുത്തിരിക്കുകയും നവീകരണ പ്രവർത്തികൾക്കായി എന്ന പേരിലാണ് ഇത്രയും പൈസ വാങ്ങിയത്. ഏതായാലും 1.5 കോടി രൂപ സ്ഥിര നിക്ഷേപമുള്ള പാഡിക്കോ ഇപ്പോൾ 21.11 കോടി രൂപയിലേറെ നഷ്ടത്തിലായിട്ട് ജപ്തി നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. ഏതായാലും കർഷകരെ സംബന്ധിച്ച്, പാലക്കാട് ജില്ലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു ഈ പാഡിക്കോ എന്നുള്ളതാണ്. മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം നെല്ല് സംഭരണം സംസ്ഥാനത്ത് തന്നെ പാടെ താളം തെറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ തന്നെ പാലക്കാട് ജില്ലയിൽ നേരത്തെ ആലത്തൂരിലും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു മില്ല് പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം പാടെ താളം തെറ്റി പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാവശ്ശേരി എന്ന പ്രദേശത്തും സർക്കാരിൻ്റെ ഒരു അരിമില്ല് തുടങ്ങുന്നതിന് വേണ്ടി ഫണ്ട് ഇറക്കി അവിടെ ഉപകരണങ്ങളൊക്കെ വാങ്ങിയിട്ട് അതും കാട് കയറി നശിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൂടാതെ കണ്ണമ്പ്രയിൽ പാപ്കോസ് എന്ന പേരിൽ മില്ല് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ഭൂമി വാങ്ങലൊക്കെ ഉണ്ടായെങ്കിലും അതിലും വലിയ അഴിമതിയും മറ്റുമൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പാടെ തകർന്നിരിക്കുന്നു. അതിൽ ഏറ്റവും ആശ്വാസമായ കാര്യം, ഒരു സ്ഥാപനമെങ്കിലും, അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമെങ്കിലും ഈ നെല്ല് സംഭരണവും മറ്റു നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് കർഷകർക്ക്. പാടിക്കോ അരിമില്ല പൂട്ടി എന്നുള്ളതാണ്. അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നതാണ്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.